അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അപ്പോൾ നമുക്ക് കൂടുതൽ ഇൻട്രൊഡക്ഷന് കാര്യങ്ങൾ വേണ്ടിയില്ല തോന്നുന്നു. ഏകദേശം നാലാമത്തെ ദിവസമാണ് നമ്മൾ അദ്ദേഹത്തിന്റെ പേര് വരുന്നത് കഥകളും അതിശയങ്ങളും എന്നാണ്. സ്വന്തം സന്ദേശത്തിന്റെ ഒരു സത്യം സാക്ഷ്യപ്പെടുത്താന് വല്ല അത്ഭുതവും പ്രവർത്തിച്ചുവെന്നോ അല്ലെങ്കിൽ പ്രവർത്തിക്കുമെന്നോ ഉള്ള അവകാശവാദം ഉന്നയിക്കാൻ സ്വയം വിസമ്മതിക്കുകയാണ് മുഹമ്മദ് നബി ചെയ്തതെന്ന് ഒരു ഹദീസിൽ പറയുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഷിമ്മല് ഈ ഒരു ചാപ്റ്റർ തുടങ്ങുന്നത്. ഇതിന് വിഘാതമായിട്ട് ആകെ ഖുർആൻ മാത്രമേ ഉള്ളൂ എന്നുള്ള കോലത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഷിമ്മൽ ഇതിന്റെ ഒരു ചാപ്റ്റർ ഇങ്ങനെ തുടങ്ങുന്നത്. അപ്പോ ഈ ഖുർആൻ തന്നെ മറ്റുള്ള പ്രവാചകന്മാർക്ക് എല്ലാവർക്കും മുഅ്ജിസത്ത് കാര്യങ്ങള് അതത് കാലത്തിന് വേണ്ടി മാത്രമുള്ളതാണെങ്കിൽ ഖുർആന് അത് കാലാതിവർത്തിയായിട്ട് അല്ലെങ്കിൽ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന ഒരു സംഗതിയായിട്ട് അതാണ് അതിന്റെ ഏറ്റവും വലിയ മുഅ്ജിസത്തായിട്ട് പരിഗണിക്കുന്നതും. അപ്പോൾ അതിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നിർദ്ദേശങ്ങൾ എന്നതിലുപരി അല്ലെങ്കിൽ നമ്മളെ ഹുക്മ് എന്നതിലുപരി കുറെ നിഗൂഢ കാര്യങ്ങള് അല്ലെങ്കിൽ കുറെ അത്ഭുത സംഭവങ്ങളൊക്കെ ചുറ്റിപ്പറ്റി ഖുർആൻ തന്നെ വിശദീകരിക്കുന്നു. അത് തന്നെയാണ് ഏറ്റവും വലിയ ഒരു മുഅ്ജിസത്ത് എന്നുള്ള നിലക്കാണ് ഷിമ്മൽ ഇതിനെ വിശദീകരിക്കുന്നത്. നമുക്കറിയാം പ്രവാചകന്മാരുടെ ഉണ്ടാവുന്ന അത്ഭുത പ്രവർത്തികൾക്ക് മുഅ്ജിസത്ത് എന്നാണ് പറയാം. അതുപോലെ പുണ്യാത്മാക്കളിൽ നിന്നാകുമ്പോൾ അതിനെ കറാമത്ത് എന്നുള്ള നിലക്കാണ് പറയാം. അപ്പോൾ നിമിത്തങ്ങളിൽ നിന്നുള്ള ആ മുഅ്ജിസത്തിൽ നിന്ന് ഒരു പ്രധാന ഘടകമായിട്ട് അല്ലെങ്കിൽ ഒരു മറ്റ് ആദ്യ ഘടകമായിട്ട് ഷിമ്മൽ കൊണ്ടുവരുന്നത് അലം നശ്റഹ് ലക സദ്റക് എന്ന് പറഞ്ഞിട്ട് ഖുർആൻ ചോദിക്കുന്ന ആ ഒരു സംഗമത്തില് നമ്മൾ ഹൃദയം വിശാലമാക്കി എന്നതിലുപരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നെഞ്ച് പിളർത്തിയ ഒരു സംഭവമുണ്ട്. അപ്പോ ബൈഹഖി ഇമാമൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു ഹദീസാണ് പിന്നെ ആദ്യമായിട്ട് ഇതിന്റെ ഒരു സംഗതിയായിട്ട് കൊണ്ടുവരുന്നത്. ചെറിയ ഷോർട്ടാക്കിയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളും കൂട്ടുകാരും ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് മൂന്ന് മലായിക്കത്തുകൾ കടന്നു വരികയും അവരിൽ നിന്ന് ഒരാളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മൂന്നാളിങ്ങനെ ഒരു മലമുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയതിനു ശേഷം ആദ്യത്തെ ഒരാള് നിമിത്തങ്ങൾ ഇങ്ങനെ വയറ് കീറിയിട്ട് കുടല് പുറത്തെടുത്തു, എന്നിട്ട് അത് മഞ്ഞോണ്ട് കഴുകി വെച്ചു എന്നുള്ളതാണ്. അപ്പോ അത് അദ്ദേഹത്തോട് അയാൾ ഡ്യൂട്ടി കഴിഞ്ഞു, ഇനി പോയിക്കോളൂ എന്ന് പറഞ്ഞിട്ട് രണ്ടാമത്തെ ആൾ എന്താക്കാണ്, ഹൃദയം പറിച്ചെടുക്കുകയാണ്. എന്നിട്ട് ഹൃദയത്തിൽ നിന്ന് ഒരു കറുത്ത ഒരു ചോരയിൽ കുതിർന്ന ഒരു കഷ്ണം എടുക്കുകയും ഇത് ചെകുത്താന്റെ ഒരു അംശമാണ്, നിബിയങ്ങളിൽ നിന്നുള്ള ഒരു ചെകുത്താന്റെ അംശമാണെന്ന് പറഞ്ഞിട്ട് ഈ ഒരു സംഗതി വലിച്ചെറിഞ്ഞിട്ട് അത് വീണ്ടും നന്നായി കഴുകിയിട്ട് അവിടെ വെച്ചു. അങ്ങനെ രണ്ടാമത്തെ ആള് പോയി. ഇനി മൂന്നാമത്തെ ഒരാള് നെഞ്ചൽ വരെ മുതൽ കുഹ്യഭാഗം വരെ നിമിത്തങ്ങൾക്ക് ഇങ്ങനെ തടവിയിട്ട് ഇനി ദൈവത്തിന്റെ സ്നേഹഭാചനമേ, നിങ്ങളൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല, ഏത് നല്ല കാര്യമാണ് നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ വളരെയധികം സന്തോഷിക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആ മലക്കുകള് നബിനെ യാത്രയാക്കി അവര് പിരിഞ്ഞു പോവുകയും ചെയ്ത ഒരു സംഗതി, ആ ഒരു സംഭവം ബൈഹഖി ഇമാമൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു ഹദീസ് ഷിമ്മൽ ആദ്യത്തെ ഒരു അത്ഭുത സംഭവമായിട്ട് കൊണ്ടുവരുന്നുണ്ട്. ഇതിന്റെ വയസ്സ് അല്ലെങ്കിൽ ഇത് എപ്പോഴാ സംഭവിച്ചത്, സാധാരണ ഇത് ഹലീമ ബീവിന്റെ ഒരു വസ്തിയിലായിരിക്കുമ്പോൾ സംഭവിച്ചത് എന്നാണ് പറയല്. എങ്കിലും അതല്ല, അതിന്റെ മറ്റ് നരേഷൻസ് കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ള സന്ദർഭത്തിലാണ് സംഭവിച്ചത് എന്നുള്ള ചർച്ചകളും കാര്യങ്ങളും തുടർന്ന് ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. കുറച്ച് തോനുള്ളത് കൊണ്ട് തന്നെ ഞാൻ പരമാവധി ഷോർട്ടാക്കി പോകാൻ ശ്രമിക്കുകയാണ്. പിന്നെ രണ്ടാമത്തേതായിട്ട് ഒരു അത്ഭുത സംഭവമായിട്ട് കൊണ്ടുവരുന്നത് ഇഖ്തറബത്തി സഅ വൻശഖൽ ഖമർ എന്ന് പറഞ്ഞിട്ട് ഖുർആൻ പറഞ്ഞ ആ ഒരു സംഗതി, അഥവാ ചന്ദ്രൻ പിളർന്നു എന്നുള്ള ഒരു സംഗതിയാണ് പിന്നെ ഷിമ്മൽ എടുത്തു പറയുന്നത്. അപ്പോൾ ആദ്യകാല ഹദീസുകളിലൊക്കെ ഇത് ഇഖ്തറബത്തി നമ്മള് ഖിയാമത്ത് നാളിന്റെ അടയാളമായിട്ടല്ല, മറിച്ച് മക്കാ മുശ്രിക്കുകളൊന്നും വിശ്വസിക്കാത്ത സമയത്ത് അതിനുള്ള ഒരു മുഅ്ജിസത്തായിട്ടാണ് പഠിച്ചു ഉണ്ടാക്കുന്നത്, ചന്ദ്രനെ പിളർത്തി കൊടുക്കുന്നത് എന്നുള്ള സംഗതി ആണ് ഷിമ്മല് മുന്നോട്ട് വെക്കുന്നത്. അങ്ങനെ അതിനു വേണ്ടിയാണ്, അതല്ലെങ്കിൽ ഒരു ഖിയാമത്ത് നാളിന്റെ അടയാളമായിട്ടൊന്നും അതിനെ കാണേണ്ട ആവശ്യമില്ല, ഇതൊരു മുഅ്ജിസത്തായിട്ട് കണ്ടാൽ മതി എന്നുള്ള നിലക്കാണ് പറയുന്നത്. അപ്പോ അതിന് ലിയാലൊക്കെ കൊടുക്കുന്ന വിശദീകരണങ്ങൾ കാര്യങ്ങൾ പറയുന്നു. അതുപോലെ നമ്മളെപ്പോഴും പറയുന്ന ഇവിടുത്തെ ചേരമാൻ പെരുമാള് ഫർമദ് രാജാവ് ഈ സംഭവം കണ്ടതിന് ശേഷം അദ്ദേഹം ഇതെന്താണെന്ന് ആരായുകയും അത് ഇങ്ങനെ മുഹമ്മദ് നബിന്റെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം അദ്ദേഹം മുസ്ലിമായി എന്നുള്ള നമ്മൾ ഇവിടെ എല്ലാവരും പറയുന്ന ആ ഒരു സംഗതികളും എന്താവുന്നുണ്ട് ഷിമ്മല് ഇതിൽ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ അഥവാ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ വരെ ഇത് കണ്ട സംഗതിയാണ്,
എന്നുള്ളത് ഒരു പ്രസ്താവിക്കുന്ന കോലത്തിൽ ഈ ഒരു സംഗതികൾ കൊണ്ടുവരുന്നു. പിന്നെ മറ്റൊരു വളരെ രസകരമായിട്ട് തോന്നിയൊരു സംഗതി, ഇതിനെ ഒരു തെളിവായിട്ട് ഷിമ്മൽ കൊണ്ടുവരുന്നത് ഒരു ജഗദീശൻ കമാൽ മിറ്റൽ, ഹൈദരാബാദിലുള്ള ഒരു മ്യൂസിയം പോലത്തെ ഒരു ഇങ്ങനത്തെ പിക്ചർ കാര്യങ്ങൾ വെച്ചൊരു ഒരു മ്യൂസിയം മാതിരത്തെ ഒരു സെറ്റപ്പാണ്. അപ്പൊ അവിടെ എന്തുണ്ട്, ഇതുപോലെ നിമിത്തങ്ങൾ ഈ ചന്ദ്രൻ പിളർന്നു എന്ന് പറഞ്ഞ സംഗതിക്ക് ഒരു തെളിവായിട്ടുള്ള ഒരു ചിത്രമുണ്ട് എന്നുള്ളത്, ഇങ്ങനെ ചിത്രം അടക്കം ഇങ്ങനെ ഉണ്ട്. അപ്പം ഇതൊരിക്കലും തള്ളിക്കളയാൻ പറ്റിയ ഒരു സംഗതി അല്ല എന്നുള്ള കോലത്തിൽ ഷിമ്മല് ആ ഒരു പെർസ്പെക്റ്റീവ് മുന്നോട്ട് വെക്കുന്നു. പിന്നെ എനിക്ക് തോന്നിയത് ഷിമ്മല് പലപ്പോഴും ഒരു നിലക്കും എന്താവുന്നില്ല, വളരെ നിഷ്പക്ഷമായിട്ടാണ് ഓറിയന്റലിസ്റ്റ് എന്നുള്ള നിലക്ക് അങ്ങോട്ടൊരു ചായ്വ്, അതല്ലെങ്കിൽ ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് നമ്മളൊക്കെ ഇപ്പൊ തങ്ങളെ പറ്റി പറയുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള ഇങ്ങോട്ടുള്ള ഒരു ചായ്വ് ഒന്നുമില്ലാതെ വളരെ നിഷ്പക്ഷമായിട്ട് പല പെർസ്പെക്റ്റീവ് കാര്യങ്ങൾക്ക് നമ്മൾ വളരെ ഒഴുക്കില് മനസ്സിലാക്കാൻ പറ്റിയൊരു നല്ലൊരു പുസ്തകമായിട്ടാണ് ഈ പുസ്തകത്തെ തോന്നിയത്. അതുപോലെ തന്നെ അപ്പം ഇതിന്റെ മറ്റൊരു സാധ്യതകളാണ് ഇപ്പോഴും പല ആൾക്കാരെ അല്ലെങ്കിൽ പല ആർട്ടിക്കിൾ ഈ ഒരു വിഷയത്തിൽ കാണാറുണ്ട്. ശരിക്കും ചന്ദ്രൻ പിളർന്നിരുന്നോ, അല്ലെങ്കിൽ അന്ന് എന്താണ് സംഭവിച്ചത്, അല്ലെങ്കിൽ ഇപ്പൊ അതില് പാടുകൾ കാണുന്നുണ്ടോ ഒക്കെ പറഞ്ഞ കുറെ റീല് കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണാം. അപ്പൊ ആ ഒരു ഇതില്ലേ ഷാ വലിഉല്ലാ ദഹ്ലവി പറയുന്നുണ്ട്, അത് ഒരു തെറ്റിദ്ധാരണയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും നക്ഷത്രം പൊട്ടിത്തെറിക്കലോ അല്ലെ മേഘങ്ങളോ സൂര്യചന്ദ്ര ഗ്രഹണങ്ങളോ കാരണമായിട്ട് ഉണ്ടായ ഒരു സംഭവമാണ് എന്ന് ഷാ വലിഉല്ലാ ദഹ്ലവി പറയുന്ന ആ ഒരു റിപ്പോർട്ട് കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ ഇതിനെ പൂർണ്ണാർത്ഥത്തിൽ എടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ള നിലക്കുള്ള കാര്യങ്ങളും ഷിമ്മല് ഇതിലിങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. എന്നാൽ അതേ സമയത്ത് തന്നെ ഇതിനെ ഇങ്ങനത്തെ ഭയങ്കര ഒരു ലിറ്ററൽ മീനിങ്ങിൽ അതിലേക്ക് ഇത് ഒരു അക്കാഡമിക് ലെവലിലൊന്നും എടുക്കേണ്ട ആവശ്യമില്ല, ഒരു മിസ്റ്റിക് ലെവലിൽ അല്ലെങ്കിൽ സൂഫി അപ്രോച്ച് ലെവലിൽ എടുത്താൽ മതി. അപ്പൊ ഷാ വലിഉല്ലാ ദഹ്ലവി തന്നെ അദ്ദേഹത്തിന്റെ കവിതകളിൽ ഈ ഒരു സംഗതികൾ കൊണ്ടുവരുന്നുണ്ടോ എന്നുള്ളത് അതുമാതിരി ഷിമ്മൽ തന്നെ പറയുന്നുണ്ട്. അപ്പൊ ഇതൊരു മിസ്റ്റിക് ലെവലിൽ അല്ലെങ്കിൽ ഒരു പോയറ്റിക് വേൾഡില് കവികള് അല്ലെങ്കിൽ സൂഫികൾ എങ്ങനെ ഇതിനെ എടുത്തു എന്നുള്ളതിന് കാരണമായിട്ട് പല വിശദീകരണങ്ങളും ഇതിന് പിന്നെ ഉപോത്പലമായിട്ട് കൊണ്ടുവരുന്നുണ്ട്. അതിൽ വളരെ രസകരമായിട്ട് അല്ലെങ്കിൽ കൗതുകമായിട്ടുള്ള കുറെ വിഷയങ്ങൾ പറയുന്നുണ്ട്. ഞാൻ മൊത്തത്തിൽ വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ല. അതിൽ വളരെ രസകരമായിട്ട് തോന്നിയ ഒരു സംഗതി എന്ന് പറയുന്നത് ജാമ്യയുടെ ഒരു വിശദീകരണമാണ്. അദ്ദേഹം പറയുന്നത് ചന്ദ്രൻ പിളർന്നു എന്ന് പറയുമ്പോൾ ശരിക്കും ചന്ദ്രന് ഒരു കുറച്ചുകൂടി ഒരു മൂല്യം കൂടുക എന്നാണ്. എന്നിട്ട് അദ്ദേഹം അതിനെ വിശദീകരിക്കുന്ന ഭയങ്കര രസമായിട്ടാണ്. നമ്മൾ സദാ പറയലുണ്ടല്ലോ 286 നമ്മൾ ബിസ്മിന്റെ നമ്പർ എന്നൊക്കെ. അതുപോലെ അദ്ദേഹം ഒരു ചന്ദ്രനെ അഥവാ പൂർണ്ണ ചന്ദ്രനെ അദ്ദേഹം പറയുന്നത് മീം എന്ന അക്ഷരത്തോട് അല്ലെങ്കിൽ അതിന്റെ ഒരു വട്ടത്തോട് ഇങ്ങനെ അദ്ദേഹം എന്താണ് സാദൃശ്യപ്പെടുത്തുകയാണ്. എന്നിട്ട് പറയുന്നത് മീമിന്റെ വാല്യൂ നോക്കുന്ന സമയത്ത് നമുക്ക് 40 ആണെന്ന് മനസ്സിലാവും. അപ്പോൾ അത് പിളർന്ന സമയത്ത് 2 ന്യൂന് ഒരു അർദ്ധവൃത്താകൃതിയിൽ ഇങ്ങനെ 2 ന്യൂന് എന്ന നിലക്ക് അത് പിളർക്കാണ് ചെയ്തത്. അപ്പൊ ആ സമയത്ത് നമ്മൾ ന്യൂനിന്റെ വാല്യൂ നോക്കുന്ന സമയത്ത് 50 ആണ് കാണുന്നത്. അപ്പൊ മീം എന്നുള്ള നിലക്ക് ഒരു പൂർണ്ണചന്ദ്രനായിരിക്കുന്ന സമയത്ത് വെറും 40 എന്ന് പറഞ്ഞ ഒരു സംഖ്യാമൂല്യമുള്ള ഒരു വസ്തു നിമിത്തങ്ങൾ പിളർത്തുന്നതോടുകൂടി 50 അങ്ങനെ 100ലേക്ക് എത്തുകയാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അദ്ദേഹം വളരെ രസകരമായിട്ട് ഈ സംഗതിനെ വിശദീകരിക്കുന്നത് കണ്ടു. അങ്ങനെ പല കവികള് അല്ലെങ്കിൽ മിസ്റ്റിക് ആയിട്ടുള്ള ഒരു ലെവലിൽ എങ്ങനെ ഇതിനെ കണ്ടു എന്നുള്ള കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ അടുത്തതായിട്ട് ഉമ്മി എന്നുള്ളൊരു വസ്തുവിനാണ് ഷിമ്മല് പിന്നെ കൊണ്ടുവരുന്നത്. ഉമ്മി എന്നതിനെ എങ്ങനെ ഈ കവികള് അല്ലെങ്കിൽ ഇങ്ങനത്തെ ആൾക്കാർ നോക്കി കണ്ടു എന്നുള്ള കാര്യങ്ങള്, അല്ലെങ്കിൽ അതിനെ എങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്തു എന്നുള്ളത്. നിമിത്തങ്ങൾ ഉമ്മിയാണെന്ന് പറയാണ്ടല്ലോ. അപ്പൊ അതില് പ്രധാനമായിട്ടൊരു നെഗറ്റീവ് കൊടുക്കുന്നത് ഉമ്മത്ത് എന്നത് അഥവാ സമൂഹം എന്നുള്ള അർത്ഥത്തിലേക്ക് സൂചിപ്പിച്ചിട്ട് ഉമ്മി എന്ന് കൊടുക്കുന്നുണ്ട്. അതല്ലെങ്കിൽ ഉമ്മയിൽ നിന്ന് വന്നവൻ എന്നുള്ള അർത്ഥത്തില് ഉമ്മി എന്ന് കൊടുക്കുന്നുണ്ട്. ഇനി അതല്ല നമ്മൾ സാധാരണ കൊടുക്കുന്ന നിരക്ഷരൻ അല്ലെങ്കിൽ അക്ഷര അറിയാത്തവൻ എന്നുള്ള നിലക്കുള്ള അർത്ഥങ്ങൾ കൊടുക്കുമ്പോൾ പിന്നെ അതിനെ എങ്ങനെ സൂഫികൾ കണ്ടു എന്നുള്ളതിനായിരുന്നു പിന്നീട് വിശദീകരിക്കുന്നത്. എനിക്ക് തോന്നുന്നു അങ്ങനെ വിശദീകരിച്ചു പോകുമ്പോൾ കവിതകളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇനിയിപ്പോ കൽപ്പറ്റ നാരായണ മാഷിന്റെ കവിതയും കൂടി മാത്രമേ ഷിമ്മല് കൊണ്ടുവരാനുള്ളൂ എന്ന് തോന്നുന്നു. അത്രയും ബൃഹത്തായിട്ടുള്ള ഒരു ചർച്ചയാണ് നടത്തുന്നത്. അപ്പം കൽപ്പറ്റ നാരായണ മാഷിന്റെ കവിത അറിയാൻ മതി, ഭയങ്കര രസമാണ്. പ്രവാചകൻ അങ്ങ് നിരക്ഷരനാണെന്ന് കേൾക്കുന്നു, ശരിയായിരിക്കാം. സാക്ഷരം എന്താണ്, അക്ഷരങ്ങളോളമേ ഉള്ളൂ, അല്ലെങ്കിൽ എഴുതപ്പെട്ടതല്ലാതെ വായിക്കാനാവില്ല അവർക്ക്. അങ്ങ് വായിച്ചത് അത്രയും മുൻപാരും എഴുതാത്തതായിരുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു അർത്ഥം വരുന്ന ഒരു കവിതയാണ്. അപ്പം അതുപോലെ മറ്റുള്ള സൂഫികൾ എങ്ങനെ ഇതിനെ ഉമ്മി എന്നതിനെ വിശദീകരിച്ചു എന്നുള്ളതാണ് ബാക്കിയുള്ളത് പറയുന്നത്. അപ്പൊ അതിൽ പ്രധാനമായിട്ട് ഇപ്പോ റൂമിയൊക്കെ പറയുന്നത് നിബിധങ്ങള് ഇപ്പോ ഉമ്മി ആയിരിക്കണം എന്നുള്ളതാണ്. നമ്മൾ അല്ലെങ്കിൽ ഫസ്റ്റ് പറഞ്ഞ മാതിരി ഖുർആൻ ഒരു മുജിസത്തായിട്ട് എടുത്ത് പറയണമെങ്കിൽ നിബിധങ്ങൾ സ്വാഭാവികമായിട്ട് ഒരു വലിയ സാഹിത്യകാരനോ
അല്ലെങ്കിൽ വലിയൊരു കവിയോ ആയിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും ഖുർആനെ നിബിത്തങ്ങൾ കെട്ടിച്ചമച്ചതാണെന്നുള്ളത് പറയും. അപ്പോൾ ആ ഒരു നിലക്കുള്ള ആ ഒരു പെർസ്പെക്റ്റീവിൽ കാര്യങ്ങൾ കൊണ്ടുവന്നത്. അഥവാ മേരി മറിയം എന്ന് പറഞ്ഞ ക്രിസ്തീയ വിശ്വാസ പ്രകാരമുള്ളത് അവരെന്തായാലും എന്താക്കണം, കന്യകയായേ മതിയാവുള്ളൂ. അങ്ങനെയാണെങ്കിൽ എന്താവുള്ളൂ, ഈ ഒരു ഈസാ നബി അല്ലെങ്കിൽ യേശു എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിന് കുറച്ചുകൂടി ഒരു ദിവ്യത്വം കിട്ടണമെങ്കിൽ അങ്ങനെ. അപ്പൊ ആ ഒരു പെർസ്പെക്റ്റീവില് പലരും ഈ ഉമ്മീനെ വിശദീകരിച്ചിരുന്നത് കാണാം. പിന്നെ നിസാമി ഇതിനെ വ്യാഖ്യാനിക്കുന്നതാണ് പിന്നെ കുറച്ചുകൂടി ഒരു രസമായിട്ട് മറ്റൊരു വിശദീകരണം നല്ല രസമായിട്ട് തോന്നിയത്. അപ്പൊ അദ്ദേഹം പറയുന്നത് എന്താണ്, ആദമിന്റെ അലിഫ് മസീഹിന്റെ മീമും ചേർത്ത് എല്ലാ പ്രവാചകന്മാരെയും, അലിഫ് മീം മീ എന്നുള്ളത്, അപ്പൊ അലിഫ് ആദമിന്റെ അലിഫ് മസീഹിന്റെ മീമും ചേർത്ത് എല്ലാ പ്രവാചകന്മാരെയും ഉൾക്കൊള്ളിക്കുന്ന പദമായിട്ട് അദ്ദേഹം ഇതിനെ ഇങ്ങനെ ചിത്രീകരിക്കുന്നത് കാണാം. പിന്നെ അതുപോലെ മറ്റൊരു കവിത മസ്നവിൻ്റെത് കൊടുക്കുന്നുണ്ട്. 1,00,000 കവിതാ ഗ്രന്ഥങ്ങൾ ഉമ്മീന്റെ ഒറ്റ വാക്കിന് മുമ്പാകെ ലജ്ജിച്ച് തല താഴ്ത്തി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കവിത കൊടുക്കുന്നുണ്ട്. പിന്നെ കുറെ പേർഷ്യൻ കവിമാര് ഇങ്ങനെ പലരും ഇതിനെ എങ്ങനെ വ്യാഖ്യാനിച്ചു എന്നുള്ളത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ചുകൂടി രസമായിട്ട് തോന്നുന്നത് റൂമിന്റെ തന്നെ മറ്റൊരു കവിതയാണ്. ഇങ്ങനെ ചന്ദ്രബിംബത്തിന് കുറുകെ ഒരു രേഖ വരച്ച ആളാണ്. അത് രണ്ടും കൂടി കണക്ട് ചെയ്തിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ സംഗതികളും ഈ ഉമ്മയും കണക്ട് ചെയ്തിട്ടുള്ള ഒരു വരിയായിട്ട് തോന്നി. ചന്ദ്രബിംബത്തിന് കുറുകെ ഒരു രേഖ വരച്ച ആളാണ് പ്രവാചകൻ, ചന്ദ്രൻ പിളർത്തിയ ആളാണ്. അപ്പോ അവിടുന്ന് എന്തിനെന്താകണം, കയ്യിലൊരു പേനയേന്തി നടക്കണം എന്നാണ് റൂമി ചോദിക്കുന്നത്. അപ്പൊ ആ ഒരു പ്രതീകാത്മകമായിട്ടുള്ള കുറെ കാര്യങ്ങൾ ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. പിന്നെ ജാമിയുടെ മറ്റൊരു കവിത ഭയങ്കര രസമായിട്ട് തോന്നി. എഴുത്തിലും വായനയിലുമാണ് സമ്പൂർണതയെങ്കിൽ പ്രപഞ്ചത്തിന്റെ കിബില എന്തിനാണ് നിരക്ഷരനായിരിക്കുന്നത് എന്നാണ് ജാമി ചോദിക്കുന്നത്. അപ്പൊ ഇതുപോലെ ഉള്ള കാര്യങ്ങൾ ഇങ്ങനെ ഉമ്മയെ എന്നുള്ള വിശദീകരണം കൊണ്ടുവരുന്നുണ്ട്. പിന്നെ നമുക്കറിയാം സ്വാഭാവികമായിട്ടും ഇതൊരു ലതുന്യ ഇൽമാണ് നിബിത്തങ്ങൾക്ക് ഉള്ളത്. നമ്മൾ പഠിച്ചെടുത്തതോ അല്ലെങ്കിൽ നമ്മള് സ്കൂളിൽ പോയി ഉണ്ടാക്കിയ ഒരു വിദ്യാഭ്യാസത്തിലുപരി പഠിച്ചോനെ എന്താക്കിയ വഹബിയായിട്ട് കൊടുത്തൊരു ഇൽമാണല്ലോ. അപ്പൊ ആ ഒരു സംഗതിനെ ഈ സൂഫികൾ അല്ലെങ്കിൽ ഒരു മിസ്റ്റിക് ഒരു പോയറ്റിക് വേൾഡിൽ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ട് വിശദീകരിക്കുന്നത്. പിന്നെ അടുത്തൊരു സംഭവങ്ങളിലേക്ക് ഇങ്ങനെ പോവുകയാണെങ്കിൽ കുറെ ചെറിയ ചെറിയ അത്ഭുത പ്രവൃത്തികളാണ് എടുത്തു പറയുന്നത്. അപ്പോ കല്ലിൽ നിന്ന് ഈസാ നബിനെ പോലെ കല്ലിൽ നിന്ന് ഒരു പക്ഷിയെ സൃഷ്ടിച്ചൊരു കഥ, അതൊരു നാടോടി കഥ പോലെ നമ്മൾ പലപ്പോഴും പലയിടത്തും ഇങ്ങനെ പ്രശസ്തമായ ഒരു കഥ ആയിട്ട് അങ്ങനെ പറയുന്ന ഒരു സംഗതികളെ വിശദീകരിക്കുന്നത് ഷിമല്. പിന്നെ അതുപോലെ ഇസ്തിസ്കാരം, നമ്മള് മഴ തേടിയുള്ള പ്രാർത്ഥനയല്ലേ, അപ്പൊ ആ സമയത്ത് റഹ്മത്ത്, മഴക്കും റഹ്മത്ത് അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും റഹ്മത്ത് എന്നുള്ളത് ആ ഒരു കണക്ഷൻ എങ്ങനെ വന്നു, ആ സാധനങ്ങൾ ഇങ്ങനെ റഹ്മത്തും മഴയും അല്ലെങ്കിൽ നബിനെ ആ ഒരു ഇസ്തിസ്കാന് നബി തങ്ങളോടുള്ള ഒരു തവസ്സുലൊക്കെ ആയിട്ട് ഇങ്ങനെയുള്ള ഒരു പ്രാർത്ഥന കാര്യങ്ങളിൽ എങ്ങനെ അത് കണക്ട് ആവുന്നു എന്നുള്ള വിശദീകരണം കൊണ്ടുവരുന്നുണ്ട്. പിന്നെ ഈ വെള്ളത്തിന്റെ സംഗതികളെ പറയുന്ന സമയത്ത് നിമിത്തങ്ങളുടെ കയ്യിൽ നിന്ന് വെള്ളം ചീറ്റിയ ഒരു സംഭവം വിശദീകരിക്കുന്നുണ്ട്. പിന്നെ നമുക്കറിയാം നമ്മുടെ ഇസ്ലാമിക് പെർസ്പെക്റ്റീവില് ഈ ആദിത്യ മര്യാദ, അതിഥികള്, ഇതിനൊക്കെ ഭയങ്കര പ്രാധാന്യം കൊടുക്കുന്ന അതാണ് ഇസ്ലാം. അയ്യൽ ഇസ്ലാം ഖൈർ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരു ഹദീസിലുണ്ട് മറ്റുള്ളവരെ ഭക്ഷിപ്പിക്കുക എന്നുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഒരു നിലക്ക് ആഹാരം എന്നുള്ള കൺസെപ്റ്റ് ഇത്രത്തോളം ഇസ്ലാമുമായിട്ട് കണക്ട് ആയിരിക്കുന്ന സമയത്ത് ആഹാരവുമായിട്ട് ബന്ധപ്പെട്ട് മറ്റു വല്ല പ്രവർത്തികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ഉണ്ടാവുന്നുണ്ടോ എന്നുള്ളതാണ് പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ ആയിട്ട് അവർ ചോദിച്ചിട്ട് പിന്നെ ചർച്ച വരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഹദീസാണ് ഈ ഉമ്മമാബദ് തങ്ങളെ വിശദീകരിക്കുന്ന ഒരു ഹദീസ് ഉണ്ട്. അപ്പോ ആ ഒരു ഹദീസ് ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. മുസ്തദറക്ക് പിന്നെ തുബ്രാനിയൊക്കെ കൊണ്ടുവരുന്ന ഒരു ഹദീസാണ്. അപ്പം ആ ഒരു നിബിത്തങ്ങൾ വിശദീകരിക്കാന്നുള്ള നിലക്കാണ് പലരും അതിനെ കണ്ടു വന്നത്. പക്ഷെ അതില് ഇങ്ങനെ ഒരു പെർസ്പെക്റ്റീവ് ഷിമ്മല് ഈ ഒരു ഫുഡ് എന്നുള്ളൊരു പെർസ്പെക്റ്റീവിലാണ് എന്താക്കുന്നത് ആ ഹദീസ് ഇവിടെ കൊണ്ടുവരുന്നത്. അപ്പൊ കഥ ഹദീസ് ഒന്ന് ഷോർട്ടാക്കി പറയുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അനുയായികൾ ഇങ്ങനെ ഒരു ഉമ്മമാബദ് ബീവിന്റെ തമ്പിനരികിലൂടെ പോകാനുള്ള ഒരു അവസരം ഉണ്ടാകണം. അപ്പം വിശന്ന് വലഞ്ഞിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ഇവരുടെ അടുത്തുനിന്ന് എന്തെങ്കിലും ഈത്തപ്പഴോ പാലൊക്കെ അല്ലെ എന്തെങ്കിലും മാംസമൊക്കെ ഇങ്ങനെ പൈസ എടുത്ത് വാങ്ങാന്നുള്ള നിലക്ക് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അവിടെ ഒന്നുമില്ല, ഭക്ഷിക്കാനുള്ള ഒന്നും കാണുന്നില്ല. അപ്പൊ ആകെ ഉള്ളത് എന്താണ്, ഒരു അകിടൊക്കെ വറ്റിയിട്ടുള്ള ഒരു ആട് മാത്രമാണുള്ളത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതൊക്കെ ചോദിക്കുകയാണെന്ത്, ഞാൻ അതിനെ കറന്നോട്ടെ എന്നുള്ള എനിക്ക് സമ്മതം ചോദിക്കുകയാണ്. അപ്പൊ ഉമ്മാബദ് തങ്ങൾ അതിനെ ബീവി സമ്മതിക്കുന്നുണ്ട്. അപ്പൊ നിബിത്തങ്ങൾ അതിനെ കറന്നിട്ട് അവിടെയുള്ള എല്ലാരും പാല് കുടിച്ചു, അതിന് പുറമെ നിബിത്തങ്ങളും കുടിച്ചു. ശേഷം അവർക്കുള്ള ഒരു പാത്രം പാല് കൂടി കറന്നു കൊടുത്തിട്ടാണ് എന്താക്കുന്നത് നിബിത്തങ്ങൾ അവിടെ നിന്ന് യാത്ര ആകുന്നത്. പിന്നെ ഹദീസ് ഇങ്ങനെ തുടരുന്നുണ്ട്. അതിനുശേഷം അബൂമാബത്തങ്ങൾ വന്നിട്ട് എന്താണ് ഇവിടെ ഒന്നും ഇല്ല, സാധാരണ ഒന്നും ഉണ്ടാവില്ലല്ലോ, അല്ലെങ്കിൽ നമുക്കൊരു
അകിടൊക്കെ വറ്റിയ ഒരു ആടല്ലുള്ളത്, ഇവിടുന്ന് പാല് കിട്ടിയതെന്ന് ചോദിക്കുന്ന സമയത്ത് നിബിതങ്ങൾ ഇങ്ങനെ ഉമ്മാബത് ഭയങ്കര വാക്കുകളിലൂടെ ഇങ്ങനെ വിശദീകരിക്കുന്ന ഒരു ഹദീസായിട്ട് ഭയങ്കര രസമാണ്. ഞാൻ അറബി കുറച്ച് ടച്ചുള്ള ആൾക്കാരോട് എന്തായാലും റെക്കമെൻഡ് ചെയ്യണം. ഹദീസുകള് വസ്ഫു ഉമ്മാബുദുൽ ഹുസായിയാന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ എന്താക്കാം നിങ്ങൾക്ക് ആ ഹദീസ് കിട്ടും. ഭയങ്കര രസമായിട്ട് ഇങ്ങനെ വാക്കുകളിലൂടെ ഉമ്മാബദ് ബി നബി തങ്ങൾ ഇങ്ങനെ വിശദീകരിക്കുന്നതാണ്. ഇങ്ങനെ പറഞ്ഞിട്ട് അപ്പൊ ആ ഹദീസ് എനിക്ക് മറ്റേ ഒരു പെർസ്പെക്റ്റീവിലാണ് എനിക്ക് ആ ഹദീസ് ഇഷ്ടപ്പെട്ടത്. പക്ഷെ ഈ ഒരു ഇങ്ങനത്തെ ഒരു സംഗതി ഉണ്ടെന്ന് ഷിമ്മൽ കൊണ്ടുവരുമ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. ഇങ്ങനെ വായിക്കുമ്പോൾ കാണാന്നുള്ളതിലുപരി ഇങ്ങനത്തെ ഒരു സംഗതി കൂടെ. അപ്പൊ ഒരു ഫുഡ് പെർസ്പെക്റ്റീവ് അല്ലെങ്കിൽ നിബിതങ്ങള് അങ്ങനത്തെ ഒരു അത്ഭുത പ്രവൃത്തി കൊണ്ടുവന്നു എന്നുള്ള നിലക്ക് ഉമ്മ തങ്ങളെ ആ ഹദീസ് ബീവിന്റെ ഹദീസ് ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. അതിനുശേഷം തന്നെ നമ്മൾ ഇന്നലെ കുറച്ച് മൻഹർക്കാണ് പറഞ്ഞത് തോന്നുന്നുണ്ട്, ആട്ട് മാംസത്തില് വിഷം നൽകിയ സംഗതി. അപ്പൊ അതില് തന്നെ ഈ ആട്ടിൻകാരൻ എന്നോട് ഇങ്ങനെ ഇതിൽ വിഷം ചേർത്തിരിക്കുന്നു എന്ന് പറയുന്നു എന്ന് നിബിതങ്ങൾ പറയുന്നതായിട്ടുള്ള ഒരു ഹദീസ് ഇതിൽ കൊണ്ടുവരുന്നുണ്ട്. അല്ലെങ്കിൽ ആട് എന്താക്കി ആട്ടിൻകാല് 4 കാലിൽ എഴുന്നേറ്റ് നിന്നിട്ട് പ്രവാചകന് വരാനിരിക്കുന്ന അപകടത്തെ മുന്നറിയിപ്പ് നൽകിയെന്നൊക്കെ മറ്റൊരു റിവായത്തിൽ ഇങ്ങനെ വന്നതായിട്ടും ഇതിലിങ്ങനെ വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ ഒരു ഭക്ഷണത്തിന്റെ ചർച്ച കഴിഞ്ഞു. ഇനി അടുത്ത ഒരു സംഭവങ്ങളിലേക്ക് പോകുമ്പോൾ പ്രധാനമായിട്ട് പോകുന്നത് മൃഗങ്ങള് അതല്ലെങ്കിൽ മറ്റുള്ള പക്ഷിലതാദികള് കാര്യങ്ങളൊക്കെ നിബിതങ്ങളെ എങ്ങനെ കണ്ടു, അല്ലെങ്കിൽ അവരുമായിട്ട് കണക്ട് ആയിട്ടുള്ള അത്ഭുത സംഭവങ്ങള് മുഅ്ജിസത്ത് എങ്ങനെയാന്നുള്ളതാണ്. അതില് ഒരിക്കല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നമ്മളെല്ലാരും പറയുന്ന മേഘം തണലിട്ട ഒരു സംഭവം പറയുന്നുണ്ട്. പിന്നെ വീട്ടു ചുമരുകള് വാതിലുകളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് ആമീൻ പറയാറുണ്ടായിരുന്നു എന്നുള്ളൊരു സംഗതി പറയുന്നുണ്ട്. പിന്നെ തങ്ങളുടെ ഉമിനീരിന്റെ ഒരു പ്രത്യേകം വിശദീകരിച്ചിട്ട് ഇപ്പോ അബ്ദുൽ ഖാദർ ജീലാനി തങ്ങളൊക്കെ സ്വപ്ന ദർശനത്തില് ഉമിനീര് പുരട്ടി എന്നൊക്കെയുള്ള കാര്യങ്ങള് പറയുന്നുണ്ട്. പിന്നെ പ്രധാനമായിട്ട് സിന്ധി നാടോടി സാഹിത്യ രചനകൾ സമാഹിച്ച ഡോക്ടർ എൻ.എ. ബലൂച്ച് ഉണ്ട്. അപ്പൊ അമേരിക്കയിലെ ഒരു മുസ്ലിമാണ്, അമേരിക്കൻ മുസ്ലിമാണ്. അപ്പൊ അദ്ദേഹത്തിന് ആണ് ഇങ്ങനത്തെ സംഗതികൾ കുറെ ഇങ്ങനത്തെ നാടോടി കഥകൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പരമാവധി കളക്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ അദ്ദേഹം കൊടുക്കുന്ന ഒരു വിശദീകരണം ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള നമ്മുടെ ചോദ്യങ്ങൾക്കുള്ള അദ്ദേഹം കൊടുക്കുന്ന ഒരു വിശദീകരണങ്ങൾ കാര്യങ്ങളൊക്കെ പിന്നെ ഷിമ്മലെ കൊണ്ടുവരുന്ന അങ്ങനെ ഒരു പെർസ്പെക്റ്റീവ് കാര്യങ്ങൾ കൊണ്ടുവരുന്നത് എന്നല്ല, ഒരു മനഃശാസ്ത്രപരമായ സത്യമാണെന്നുള്ള ഒരു സൂഫി പെർസ്പെക്റ്റീവിൽ തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ആ ഒരു കാര്യങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. പിന്നെ അടുത്തതായി നമ്മളെല്ലാരും കേട്ടൊരു കഥയാണ്, ഇപ്പോഴത്തെ പാട്ടിലൊക്കെ വന്നിട്ടുണ്ട്, പുണ്യമദീന പള്ളിയിൽ മൂലയിൽ തേങ്ങിക്കരയും എന്ന് പറഞ്ഞിട്ട് ആ ഒരു സംഗതിയിൽ നമ്മളിപ്പോ ഒരു മിമ്പറൊക്കെ നിബിതങ്ങൾ പിന്നെ മാറ്റി വെച്ച സമയത്ത് ആ മിമ്പർ ഇങ്ങനെ കരയുന്ന ഒരു സംഭവമല്ലേ. അപ്പൊ ആ ഒരു സംഗതി കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ അത്രയും നെടുവീർപ്പിട്ട ഒരു ഈന്തപ്പനത്തടിയേക്കാൾ താഴ്ന്ന അവസ്ഥയിലാണോ നമ്മൾ എന്നൊക്കെയുള്ള ചോദ്യം റൂമിൽ ചോദിക്കുന്ന കാര്യങ്ങള്. അപ്പോ അതിനോട് നിമിഷങ്ങൾ സംവദിച്ചത് അല്ലെങ്കിൽ ഈന്തപ്പനത്തടി കരഞ്ഞ സംഗതി കൊണ്ടുവരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അടുത്തത് പല പാട്ടുകളിലൊക്കെ നമ്മളിപ്പോഴത്തെ എപ്പോഴും മാപ്പിള പാട്ടുകളിലൊക്കെ വരുന്നത് ഒരു സംഗതി എനിക്ക് തോന്നുന്നുണ്ട് പലപ്പോഴും ഷിമ്മലൊന്ന് അറബി മലയാളം കൂടി അല്ലെങ്കിൽ ഒരു മലയാള സാഹിത്യം കൂടി ഒന്ന് പഠിച്ചിരുന്നെങ്കിൽ എന്ന് എനിക്കൊരു ഖേദം തോന്നുന്നുണ്ട് അതിങ്ങനെ വായിച്ചു വരുന്ന സമയത്ത്. അപ്പോ അതിനുള്ള സംഗതികള് ഇപ്പോ ഒരു വേട്ടക്കാരൻ മാന് പിടിച്ച സമയത്ത് നിബ്തങ്ങൾ അത് കാണുകയും നിബ്തങ്ങൾ അതിന് ജാമ്യത്തിൽ നിന്നിട്ട് കുട്ടികൾക്ക് മുലയൂട്ടാൻ വേണ്ടിയിട്ട് ആ മാനിനെ പറഞ്ഞു വിടുകയും പിന്നെ ആ മാന് തിരിച്ചു വന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ആ വേട്ടക്കാരന് ഒരു ഇസ്ലാം മതം സ്വീകരിച്ചു എന്നുള്ള സംഗതി. അപ്പോൾ പ്രധാനമായിട്ട് ഒരു സിന്ധി കവി അതിനെ വളരെ രസകരമായിട്ട് ഇങ്ങനെ ആ കവിത ഫുള്ളായിട്ട് കൊണ്ടുപോയിട്ട് ട്രാൻസ്ലേഷൻ അല്ലെങ്കിൽ ആ ഒരു കവിത കാര്യങ്ങളും പുസ്തകത്തിൽ വിശദമായിട്ട് കൊടുക്കുന്നുണ്ട്. ഈ പറഞ്ഞതാണ് അതിന്റെ ഒരു ചുരുക്ക രൂപം. അപ്പോൾ ആ ഒരു സംഗതികൾ വിശദീകരിക്കുന്നുണ്ട്. പിന്നെ മറ്റൊരു കഥ പറയുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചെരുപ്പ് ഒരിക്കലൊരു പരുന്ത് റാഞ്ചി കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോ അതിന് കാരണമായിട്ട് പറയുന്നത് അതിൻ്റെ ഉള്ളിൽ ഒരു വിഷപ്പാമ്പ് ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങളെ പരുന്ത് രക്ഷിക്കുകയായിരുന്നു എന്നൊരു സംഭവം. പിന്നെ അബൂ ഹുറൈറ തങ്ങള് പൂച്ച പ്രവാചകനെ ഒരു പാമ്പിൽ നിന്ന് ഇതുപോലെ രക്ഷപ്പെടുത്തിയ സംഗതി പറയുന്നുണ്ട്. നിങ്ങളെ ഒരു തൂവാല മുഖം തുടച്ചൊരു തൂവാല പിന്നെ തീ സ്പർശിക്കുന്നില്ല എന്നുള്ളൊരു സംഗതി പറയുന്നുണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു പോവാണ്. ഇങ്ങനത്തെ ചെറിയ ചെറിയ സംഗതികൾ മറ്റുള്ള പക്ഷിലതാദികൾ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ നിമിത്തങ്ങളുമായിട്ട് എങ്ങനെ സംവദിച്ചു അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ടുള്ള നിമിത്തങ്ങളുടെ മോചിതത്തെ കാര്യങ്ങളാണ് പറഞ്ഞു പോകുന്നത്. അപ്പോ ഏകദേശം അവസാനത്തോട് അടുക്കുന്ന സമയത്ത്
പിന്നെ പറയുന്നത് ഇതൊക്കെ എന്തിനു കൊണ്ടുവന്നു, അല്ലെങ്കിൽ ഇതൊക്കെ നമ്മൾക്ക് ഏത് നിലക്കാണ് ഇവർ കണ്ടത് എന്നുള്ള നിലക്ക് അതിന്റെ ഒരു വിശദീകരണമാണ് പിന്നെ പറയുന്നത്. അപ്പൊ പ്രധാനമായിട്ട് ഷിമ്മൽ പറയുന്നത് ഇതൊക്കെ ഒരു ബറക്കത്ത് എന്നുള്ള നിലക്ക്, അതിൽ നമ്മൾ സാധാരണ മൗലൂദ് ഓതുന്ന സമയത്ത് ഇത് കേൾക്കുന്നവനും അല്ലെങ്കിൽ എഴുതിയ ആൾക്കും ഒക്കെ ഒരു ബറക്കത്ത് എന്നുള്ള നിലക്കാണ് ഇതിനെ കൊണ്ടുവന്നത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ അതിന് കാരണമായിട്ട് എഴുതിയ ആൾക്കാർ തന്നെ, അല്ലെ സൂഫികൾ തന്നെ പറയുന്ന കുറെ കാര്യങ്ങൾ. ആ പാമ്പുമായി ബന്ധപ്പെട്ട സംഭവം പറയുന്ന സമയത്ത് ഒരു കവിതയിൽ പറയുന്നത്, ആ കവിത വെള്ളിയാഴ്ച രാവിലെ ആലപിക്കുന്ന ഏതൊരാൾക്കും പുനരുദ്ധാന ദിവസത്തിൽ അവസാനിക്കാത്തത്ര പ്രതിഫലം ലഭിക്കുന്ന ഒരു സിന്ധി കവി വാഗ്ദാനം ചെയ്ത കാര്യങ്ങള്. അതുപോലെ ഇങ്ങനെ ബർക്കത്ത് അല്ലെങ്കിൽ ഒരു പ്രതിഫലം എന്നുള്ള നിലക്കാണ് ഇവരെല്ലാരും ഇതിനെ കണ്ടത്. പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞത് ഈ ഒരു മുഹബത്ത് എന്നുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പരമാവധി കണക്ട് ആയി നിൽക്കുക, അതിലൂടെ എന്താക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിലെങ്കിലും ദർശിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടുക. പക്ഷെ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് കിട്ടെ. അപ്പൊ ആ ഒരു ഭാഗ്യം കിട്ടുക എന്നുള്ള നിലക്കാണ് ഈ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇങ്ങനത്തെ അത്ഭുത പ്രവൃത്തികളൊക്കെ ഇങ്ങനെ പലരും കാവ്യമായിട്ടോ ഇനി മറ്റുള്ള നിലക്ക് ഒരു ഹുക്കുമ് കാര്യങ്ങൾക്കൊന്നും എടുക്കാത്തവർ വരെ ഇങ്ങനത്തെ സംഗതികളെ ഇങ്ങനെ കവിതകളിലും ഷാ വലിയുല്ലാ ദഹ്ലവിന്റെ സംഗതികളൊക്കെ പറഞ്ഞ പോലെ ഇങ്ങനെ കൊണ്ടുവരുന്നത് എന്നുള്ള കാര്യവും എന്താക്കുന്നുണ്ട്, ഷിമ്മൽ പറയുന്നുണ്ട്. പിന്നെ അതിൽ പ്രധാനമായിട്ട് ഇപ്പൊ അത്രയും പിന്നെ നിബിത്തങ്ങളെ അവരത്രത്തോളം ഇത്തിബായ് ചെയ്തു എന്നുള്ള ഭാഗമായിട്ടും ഇതിനെ പറയുന്നുണ്ട്. അപ്പൊ അതിലൊരു പ്രധാന സംഭവം പറയുന്നത് ദുഹൂദ് യുദ്ധത്തിന്റെ സമയത്ത് നിബിത്തങ്ങൾക്ക് ഇങ്ങനെ മുറിവേറ്റ സമയത്ത് ഒരിക്കൽ ഉപ്പൂറ്റിയിൽ നിന്നിട്ടാണ് നിസ്കരിക്കുന്നത്. അപ്പൊ ഇബ്നു ഖഫീഫ് തങ്ങൾ ഒരിക്കലും എന്താക്കുന്നുണ്ട്, ഇത് എടുത്തിട്ട് എന്താക്കുന്നുണ്ട്, ഇതുപോലെ ഉപ്പൂറ്റിയിൽ നിന്ന് നിസ്കരിക്കാൻ ശ്രമിക്കുക, അത് പരാജയപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അദ്ദേഹം അന്ന് സ്വപ്നത്തിൽ കണ്ടിട്ട് നിബിത്തങ്ങൾ അദ്ദേഹത്തിന് ഉപദേശം കൊടുക്കുകയാണ്, ഇത് എന്താക്കണ്ട, ഇതിങ്ങനെ എല്ലാവർക്കും ഉള്ളൊരു അനുശാസിക്കേണ്ട, എല്ലാവർക്കും ഉള്ളൊരു കൽപ്പനയായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത്. അപ്പൊ പറയുന്നത് അപ്പൊ അങ്ങനെ ഒരു സ്വപ്ന ദർശനത്തിനുള്ള കാരണമായിട്ട് അങ്ങനെ ഒരു സംഗതി മാറി എന്നുള്ളതാണ്. അതുപോലെ പലരെ ജീവിതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വപ്നത്തിലൂടെ ഇടപെട്ടത്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കാര്യങ്ങളിലൂടെ ചുറ്റുപാടുകളിലൂടെ ഇടപെട്ട ആൾക്കാരുടെ സ്വപ്നങ്ങളിൽ ഇടപെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. മറ്റൊന്ന് പ്രധാനമായിട്ട് റൂമിന്റെ കാര്യങ്ങൾ, കുറെ റൂമി പിന്നെ കവിതകൾ പ്രധാനമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ മൗലാന റൂമിയുടെ ചങ്ങാതിയായിരുന്ന ഹുസാമുദ്ദീൻ ശലബി എന്നവര് നിബിത്തങ്ങളെ സ്വപ്നം കാണുകയും, നിബിത്തങ്ങള് ഇങ്ങനെ റൂമിന്റെ മസ്നവി പിടിച്ചിട്ട് ഇതുപോലെ ഒരാൾ എന്റെ സമുദായത്തിൽ ഉണ്ടായതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്ന് അതിനുശേഷം വന്ന് ഇവര് കണ്ട ഒരു സ്വപ്നം കാര്യങ്ങളും വിശദീകരിക്കുന്നുണ്ട്. അപ്പം കവികളും ഇതിനെ ഇങ്ങനത്തെ ഒരു വലിയൊരു വർക്കത്തിന്റെ സംഗതിയായിട്ടായിരുന്നു കണ്ടിരുന്നത് എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ അതുപോലെ അതുപോലെ അങ്ങനത്തെ ആ റിലേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ സ്വപ്നത്തിൽ വന്നിട്ടുള്ള പോലത്തെ കുറെ സംഭവങ്ങളും കാര്യങ്ങളും അവസാനമായിട്ട് ഇങ്ങനെ കുറച്ച് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഒരിക്കലും ഒരു ആത്മീയ ഗുരു ഇങ്ങനെ പട്ടിണി സഹിക്കാനാവാതെ തങ്ങളെ റൗളക്ക് അരികിലെത്തുകയും, അപ്പൊ ഞാൻ നബി നിങ്ങളെ ഒരു അതിഥിയാണെന്ന് പറഞ്ഞ സമയത്ത് എന്നിട്ട് അദ്ദേഹം ഉറങ്ങി പോകുന്ന സമയത്ത് സ്വപ്നത്തിൽ നബി തങ്ങൾ അദ്ദേഹത്തിന് റൊട്ടി കൊടുക്കുന്നത് കാണാണ്. അപ്പൊ പിന്നെ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോഴും അദ്ദേഹം തിന്നതിന്റെ ബാക്കി അവശിഷ്ടം, എന്താ നിമിത്തങ്ങൾ കൊടുത്ത റൊട്ടി കഷ്ണം എന്താക്കുന്നുണ്ട്, അദ്ദേഹത്തിന്റെ കടക്കവരിയിൽ ഇങ്ങനെ കണ്ടൊരു സംഗതി ഇതാക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഹദീസ് കാര്യങ്ങളൊക്കെ വരെ നിമിത്തങ്ങൾ എന്താക്കുന്നുണ്ട്, ഇങ്ങനെ ഈ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു കൊടുത്തതായിട്ടുള്ള സംഭവങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അതിന്റെ നമ്മളെ ഹുക്കുമ എന്നുള്ള ആൾക്കാർ എടുക്കുകയാണെങ്കിൽ ഷാ വലിയുല്ലാ ദഹ്ലവി തങ്ങളൊക്കെ പറയുന്നത് അത് അദ്ദേഹത്തിന് മാത്രമേ ഹദീസ് കൊണ്ട് എന്താക്കാൻ പ്രവർത്തിക്കാൻ പറ്റുന്നുള്ള കോലത്തിലാണ് അതിനെ വിശദീകരിക്കുന്നത്. ഇനിവേ അങ്ങനത്തെ സംഗതികളും ഇതിൽ കൊണ്ടുവരുന്നുണ്ട്. പിന്നെ അവസാനമായിട്ട് സുയൂത്തിമാം പറഞ്ഞൊരു ഭയങ്കര ഒരു രസമുള്ള ഒരു കഥ കൂടി പറഞ്ഞിട്ടാണ് ഇതിങ്ങനെ ചാപ്റ്റർ ഇങ്ങനെ അവസാനിപ്പിക്കുന്നത്. അപ്പൊ ഒരു രാത്രി ഒരു ആത്മീയ ഗുരു ഇങ്ങനെ കുറെ സ്വലാത്ത് കാര്യങ്ങളൊക്കെ ചൊല്ലി കടന്നുറങ്ങി. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവരുടെ സ്വപ്നത്തിൽ വരികയും, തങ്ങളെ എന്റെ സ്വലാത്ത് ചെല്ലുന്ന ചുണ്ടുകളിലൊന്ന് ഞാൻ മുത്തിക്കോട്ടെ എന്ന് ചോദിക്കുന്ന സമയത്ത് ഇതൊരു അദബുകേടാവൂ എന്നുള്ള പേടിയിൽ അദ്ദേഹം പെട്ടെന്ന് മുഖം തിരിച്ചു എന്നുള്ളതാണ്. അപ്പൊ ആ ചുംബനം അദ്ദേഹത്തിന്റെ കവിളുകളിലാണ് കിട്ടുന്നത്. പിന്നെ അദ്ദേഹം പെട്ടെന്നൊരു നെട്ടിണീച്ച് വരച്ച് നോക്കുന്ന സമയത്ത് റൂമിൽ ഒന്നാകെ മിസ്കിന്റെ ഒരു കസ്തൂരി ഗന്ധം ഉണ്ട്. അപ്പൊ ഭാര്യ എണീച്ച സമയത്തും ഇത് ഇങ്ങനെ കസ്തൂരിന്റെ ഒരു ഗന്ധം അവരറിയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഏകദേശം 8 ദിവസത്തോളം ഈ ഒരു ചുംബനത്തിന്റെ കവിളിലുണ്ടായ ചുംബനത്തിന്റെ ആ ഒരു കസ്തൂരി ഗന്ധം 8 ദിവസത്തോളം നിലനിന്നിരുന്നു, അത് തന്റെ പത്നി ആ സുഗന്ധം തിരിച്ചറിഞ്ഞിരുന്നു എന്നുള്ളത് ആ ഒരു സംഗതി സുയൂത്തിമാൻ പറയുന്ന ആ ഒരു സംഗതി കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തുർക്കിയിൽ താമസിച്ചിരുന്ന ഒരു കയ്യെഴുത്ത് കലാകാരനോട് സ്വപ്നത്തിൽ നിമിത്തങ്ങൾ വന്നിട്ട് ദലാൽ ഖൈറാത്ത് ഇനി രേഖ ചിത്രരചനയ്ക്ക് വേണ്ടിയാണ് നിങ്ങളെ ജീവിതം ഉപയോഗിക്കേണ്ടതെന്ന് നബി സ്വപ്നത്തിൽ വന്നിട്ട് ഇങ്ങനെ ഒരു നിർദ്ദേശം കൊടുത്തു എന്നുള്ളൊരു സംഗതിയും കൂടി പറഞ്ഞിട്ടാണ് ഈ ചാപ്റ്റർ ഷിമ്മൽ ഇങ്ങനെ തീരരുതേ എന്ന് ആഗ്രഹിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഷിമ്മൽ പതിയെ ഇങ്ങനെ അവസാനിപ്പിക്കുന്നത്.
ഓ, നമുക്ക് ഇതാണ് ഇതിനെ ഒരു രത്നച്ചുരുക്കായിട്ട് പറയാനുള്ളത്. പ്രധാനമായിട്ട് അത്ഭുതങ്ങൾ, ഇങ്ങനത്തെ പ്രവൃത്തി സംഭവങ്ങൾ, കാര്യങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഞാൻ അന്വേഷിച്ച സമയത്ത് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞല്ലോ, സ്റ്റാർട്ടിങ്ങിൽ ഒരു ഹദീസ് മറ്റുള്ളൊരു ഒരു അത്ഭുത സംഗതികളും എൻ്റെ അടുത്ത് ഉണ്ടാവില്ല എന്നുള്ള കോലത്തിൽ ഉള്ളൊരു ഹദീസ് കൊണ്ടുവരും. നിങ്ങൾക്ക് തോന്നുന്നു ഞാൻ അന്വേഷിച്ച സമയത്ത് മാമിനൽ അംബിയായി നബിയുൻ ഇല്ല ഊത്തിയ മാമിസ്ലഹു ആമന അലൈഹിൽ ബഷർ വഇന്നമാ കാനല്ലദി ഊതീതു വഹ്യൻ അവഹല്ലാഹു ഇലയ്യ ഫർജു നകൂന അക്സറഹും താബിഈൻ യൗമൽ ഖിയാമത്ത് പറഞ്ഞ മുത്തഫഖുൻ അലൈഹി ആയിട്ടുള്ള ഒരു ഹദീസാണ് ഇതിന്റെ ഒരു ഈ ഒരു ആശയത്തിൽ കുറച്ചെങ്കിലും യോജിച്ചതായിട്ട് കാണുന്നത്. അപ്പോ എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോ ട്രാൻസ്ലേഷൻ ചെയ്ത് വന്നപ്പോ ഇങ്ങനെ ഒരു അർത്ഥത്തിൽ, അഥവാ നിബിധങ്ങൾ ഇങ്ങനെ വിസമ്മതിച്ചു എന്നുള്ള കോലത്തിലൊക്കെ ആയി മാറിയതോ ആണോ എന്നുള്ളൊരു സംശയം തോന്നുന്നുണ്ട്. അല്ലാതെ എന്നിട്ട് ഇതന്നെ പറഞ്ഞിട്ട് അതിന് ശേഷം ഇതല്ലേ ഖുറാൻ മാത്രമല്ല, ഇങ്ങനത്തെ കുറെ സംഭവങ്ങൾ കാര്യങ്ങൾ തന്നെയാണല്ലോ ഷിമ്മലും വിശദീകരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു കൺസേൺ തോന്നി. അല്ലാതെ ഇതാണ് ഇപ്പൊ ചുരുക്കത്തിൽ ഒന്ന് പറയാനുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എന്റെ ഇത് പലപ്പോഴും ഇങ്ങനെ തോന്നലുണ്ട്, ഇത് വായിച്ച് പോകുന്ന സമയത്ത് നമ്മളൊക്കെ ഇങ്ങനെ എന്താ പറയാ മുസ്ലിം എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ നമ്മളിങ്ങനെ വിശ്വാസികൾ എന്നൊക്കെ പറഞ്ഞെടുത്ത് നമ്മളോട് തന്നെ ഒരു പുച്ഛം തോന്നുന്ന മാതിരി. കാരണം ഷിമ്മല് പോലത്തെ ആൾക്കാര് അല്ലെങ്കിൽ പുറമുള്ള ആൾക്കാരൊക്കെ ഇത്രയും വിശദീകരിച്ചിട്ടുള്ള പറഞ്ഞല്ലേ പല കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് ഇനിയിപ്പോ നമ്മളെ മലയാളത്തിലുള്ള കുറച്ച് കവിതയും കൂടി എടുക്കാനുണ്ടെന്ന് വരെ തോന്നിപ്പോകുന്ന അത്രയും ബൃഹത്തായ ഒരു പഠനമാണിത്. എല്ലാവർക്കും പരമാവധി വായിക്കാൻ വേണ്ടി ഞാൻ റെക്കമെൻഡ് ചെയ്യാണ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്.